സമഗ്ര ശിക്ഷ കേരളയുടെയും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആർലഫാമിലെ പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട കുടുംബങ്ങളിൽ സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി ആർലം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗം ചേർന്നു. സമഗ്ര ശിക്ഷ കേരളയുടെയും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് കുട്ടി ഗവേഷക കൂട്ടം എന്ന പേരിൽ പിന്നോക്ക സമുദായ കുടുംബങ്ങളിൽ സർവേ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സമഗ്ര ശിക്ഷ കേരള ഇരിട്ടി BRCയുടെ പരിധിയിലുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേളകം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മണത്തണ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർലഫാം എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആർലം ആദിവാസി പുനരധിവാസ മേഖലയിലെ കുടുംബങ്ങളിൽ അവരുടെ ആചാരം, ജീവിത രീതി തുടങ്ങിയവയെക്കുറിച്ച് സർവേ നടത്തുന്നത്. സർവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരിട്ടി BRCയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. BRC ട്രെയിനർ മുഹമ്മദ് PP, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് KM ലത, മുൻ PTA പ്രസിഡന്റ് KB ഉത്തമൻ, കോർഡിനേറ്റർ ഷബാന K, അഞ്ജുമോൾ TS, ജിസ്മോൾ തോമസ്, ഷിനു PT എന്നിവർ ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു. ആർലഫാമിലെ 11, 13 ബ്ലോക്കുകളിലെ 180 വീടുകളിലാണ് ശനിയാഴ്ച സർവേ ആരംഭിക്കുക. സമഗ്ര ശിക്ഷ കേരളയും കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്ട്രീം ഇക്കോസിസ്റ്റം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ കുട്ടി ഗവേഷക കൂട്ടം എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന് സമഗ്ര ശിക്ഷ കേരള ഇട്ടിരിക്കുന്ന പേര്. അപ്പോൾ ഈ കുട്ടികൾ 3 സ്കൂളിലെ കുട്ടികൾ പ്രധാനമായും നമ്മുടെ ഈ ആർലം പുനരധിവാസ മേഖലയിലെ പണിയ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇവർ റിസർച്ച് ചെയ്യുന്നത്, ഗവേഷണം നടത്തുന്നത്. മണത്തണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ കേളകം ഹൈസ്കൂള്, ആർലം ഫാം ഹൈസ്കൂള്, ഈ 3 സ്കൂളുകളുടെയും കുട്ടികൾ ആണ് ഈ ഒരു ഗവേഷണം നടത്തുന്നത്. പ്രധാനമായും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയ ഭാഷയ്ക്കുണ്ടായ സ്വാധീനം അല്ലെങ്കിൽ പുനരധിവാസം മൂലം പണിയ ഭാഷയിലുണ്ടായ സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ കുട്ടി ഗവേഷണ കൂട്ടങ്ങൾ ഗവേഷണം നടത്തുന്നത്. ഈ സ്കൂളിലെ 10 കുട്ടികൾ, അതുപോലെ തന്നെ മണത്തണ സ്കൂളിലെ 10 കുട്ടികൾ, കേളകം സ്കൂളിലെ 10 കുട്ടികൾ, അങ്ങനെ 30 കുട്ടികൾ അടങ്ങുന്ന ടീമുകൾ ഈ പുനരധിവാസ മേഖലയിലെ പണിയ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവേയിലൂടെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിലൂടെയും ആ രീതിയിൽ ഒരു ഗവേഷണത്തിന് വേണ്ടുന്ന പഠന രീതികളിലൂടെ ഒരു റിസർച്ച് നടത്തുകയും ഈ രീതിയിൽ അതിൻ്റെ ഫലം എന്താണെന്ന് കണ്ടെത്തുകയുമാണ് ഇതിലൂടെ നടത്തുന്നത്. അതായത് നമ്മുടെ STEM മോഡലിൽ ഒരു ഗവേഷണം അഥവാ ഒരു PhD അതുപോലുള്ള ഉന്നത തലത്തിലുള്ള ഗവേഷണം എങ്ങനെയാണ് എന്നുള്ള പഠന രീതികൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും കുട്ടികളെ അത് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുമാണ് വിദ്യാഭ്യാസ വകുപ്പ് അത് കുസാറ്റിൻ്റെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റിയുടെയും കൂടി നേതൃത്വത്തിലാണ് ഞങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ടുപോകുന്നത്.